അതെ അതെ. ആ പാസ്പോർട്ട് ഓഫീസിൽ എവിടെയോ പോവാണെന്ന് പറഞ്ഞ് പോയതാ, വർക്ക് വിസ ആ മേടിക്കാൻ എന്തോ. ആ വഴി പോയല്ലേ. ആ, അതെ അതെ. ഇന്നലെ എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ? ഇന്നലെ കസിൻസ് ഒക്കെ ആയിട്ട് ഇന്നലെ ഈ കൂടി. എന്റെ അല്ലല്ല, ഇന്നലെ ഞാൻ എന്റെ പപ്പ എന്നെ വിളിച്ചോണ്ട് പോയി. ഞാൻ അത് ആ, ഓർത്തില്ല. ഞാൻ പോയി ഇവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത് എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ എന്ന്. ഉം. അല്ല, പിന്നെ അങ്ങനെ ഉള്ളപ്പം അപ്പൊ ജസ്റ്റ് ഒന്ന് അപ്പൊ പറഞ്ഞേക്കണം. അപ്പോഴാണെങ്കിലും കുഴപ്പമില്ല. ആ ഓ, ഒരു മിനിറ്റിന് മുമ്പാണെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു സുരഭി കഴിഞ്ഞാൽ. മിസ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ആ, എന്ത് പറഞ്ഞു? ഞാൻ ഓപ്പൺ ആക്കിയിട്ട്. അതെന്താ ഓപ്പൺ ആക്കാത്ത, പേടിയാണോ? പേടിയില്ല. പിന്നെ ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചു. ആ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ എനിക്കും സെബിനെ പോലെയൊക്കെ ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പം ഓപ്പോസിറ്റ് സൈഡിലുള്ളവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. ഇതെന്താ അങ്ങനെ ഒരു ഇതില്ലാതെ പെരുമാറുന്നത്, ഒന്ന് പറയാലോ റീസൺ എന്നൊക്കെ വിചാരിക്കും. ആ എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, അയ്യോ ആ അവരൊക്കെ എന്നെ പറ്റി ഇങ്ങനെയാണല്ലേ വിചാരിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ. ആ സോ അല്ല, ഞാൻ പറഞ്ഞാൽ മതി. മിസ്സിനോട് സംസാരിക്കാതിരുന്നതാ. പിന്നെ കുറച്ച് ബിസി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ആ, വന്നതിന് വന്നതിന് പറഞ്ഞാ ശേഷം മതി. കുറച്ച് ബിസി ആയി. ക്ലാസ് ആ കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞാ മതി. ഓക്കെ. ഓക്കെ. സോ നമ്മൾ എവിടം വരെ ആയി? എവിടം വരെ എത്തിയായിരുന്നു? ഡസ്റ്റും ഡൂവും ഡിഡൊക്കെ കഴിഞ്ഞോ? നോക്കണം. ആ, കൊള്ളാം. ഫെബിന് എത്രാമത്തെ ഡേ ആണെന്ന് അറിയോ? എനിക്കൊന്ന് 31st. നമ്മുടെ സെക്കൻഡ് ലെവല് തീരാറായിട്ടുണ്ട്. പക്ഷെ ഫെബിൻ ആണോ? അതും വെച്ചോണ്ടിരിക്കുക. നമുക്ക് പെട്ടെന്നാക്കാം, കുഴപ്പമില്ല. ലെവൽ 2 എക്സാം ഉണ്ടേ. പേടിപ്പോ പിന്നെ അതെപ്പോഴാ? അത് 40th ഡേയിലാണ്. ഫെബിന്റേത് എത്രാമത്തെ ദിവസമാണ്? ഇന്ന് 35ാമത്തെ ദിവസമാണ്. 5 ദിവസത്തോടെ കഴിഞ്ഞാൽ എക്സാം ആയി റെഡി ആകും. ഓക്കെ, എക്സാം റെഡി ആകണം. ഓക്കെ. പിന്നെ അതിന്റെ കൂട്ടത്തില് ലീവൊക്കെ എടുത്തായിരുന്നല്ലോ. എന്താ, വർക്ക് ലീവ് ഒക്കെ. അപ്പൊ അതും കോമ്പൻസേറ്റ് ചെയ്യും. അപ്പൊ കുഴപ്പമില്ല. ഒരു 2-3-4 ദിവസത്തോടെ എക്സ്ട്രാ കിട്ടുമായിരിക്കും. ഓക്കെ, എനിവേ വിത്തൗട്ട് മച്ച് ആ ഡിലേ, ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് ടോപ്പിക്. ഞാൻ സ്ക്രീൻ ആ ഷെയർ ഓക്കെ. ചെയ്യാം, എവിടം വരെ എത്തിയെന്ന് നോക്കാം. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ആ കാണാം. ഉം. ഇത് നമ്മൾ എവിടം വരെ എത്തി? ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഉം, എന്തെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാനൊന്ന് ഇതെല്ലാം കഴിഞ്ഞോ? ഡിഡ് ഹാവും, ഡിഡിൻറ്റ് ഹാവും, ഹാഡും, ഡസ് ഹാവും, ഡു ഹാവും, അതിന്റെയൊക്കെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനായിട്ട് പഠിച്ചായിരുന്നോ നമ്മള്? ലാസ്റ്റ് ഒരു സെറ്റ് 3 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് നോക്കിയായിരുന്നു. സെറ്റ് ചെയ്യോ? ഉം. ഇപ്പോ ആഹ്, എനിക്ക് ഇന്നലെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടിയപ്പോ നല്ല സമയമായിരുന്നു ഉണ്ടായിരുന്നത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ നല്ല സമയമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സമയം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയിട്ട് കൂടി കഴിഞ്ഞപ്പോ ഇവിടെ വന്നതിന് ശേഷം. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ഹാഡ് ഗുഡ് ഉം, ഉം. നല്ല ഐ ഹാഡ് ഗുഡ് ടൈംസ് വിത്ത് ഫ്രണ്ട്സ്. ആ, ടൈംസ് വേണ്ട. ഐ ഹാഡ് എ ഗുഡ് ടൈം, അല്ലെങ്കിൽ ഐ ഹാഡ് ഗുഡ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോ ആം, എനിക്ക് നല്ല സമയം ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നില്ലേ എന്ന് എങ്ങനെ പറയും? ചോദിക്കും, സ്വന്തമായിട്ട് എങ്ങനെ ചോദിക്കും? ഇവിടെ വന്നിട്ട് എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നല്ല സമയം ഉണ്ടായിരുന്നില്ലേ? അതെങ്ങനെ ചോദിക്കും? ഡിഡ്ന്റ് ഐ ഹാവ് ഗുഡ് ടൈംസ് വിത്ത് ഫ്രണ്ട്സ്? ആ, അപ്പോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനോ? എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് നല്ല സമയം ഉണ്ടായിരുന്നോ? വിൽ ഐ ഹാവ് ഗുഡ് ടൈംസ്? അത് ഉണ്ടാകുമോ? ഉണ്ടാ ഉണ്ടാകും, ഉണ്ടാകുമോ, ഉണ്ടാകില്ല, ഉണ്ടാകില്ലേ എന്നാണ്. ഇത് ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. എനിക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല സമയം ഉണ്ടായിരുന്നോ? അല്ലെ, ഉണ്ടായി. ക്വസ്റ്റ്യൻ മനസ്സിലായി, ഒന്നും കൂടെ പറയാമോ? ആ,
എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം കൂട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പൊ ഇന്നലെ എന്തെങ്കിലും പാർട്ടിയോ ഫ്രണ്ട്സിന്റെ വീട്ടിലോ ആയിരുന്നു പോയെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് അവിടെ നല്ല സമയം ഉണ്ടായിരുന്നോ എന്ന് ഫെബിനോട് തന്നെ ചോദിക്കുക. ഇന്നലെ എനിക്ക് നല്ല ടൈം ഉണ്ടായിരുന്നു അവിടെ. അതെങ്ങനെ ചോദിക്കും? ഉണ്ടായിരുന്നു അല്ലേ? ആ ഡിഡ് ഐ ഹാവ് ഗുഡ് ടൈംസ് ആ ഓക്കെ. അപ്പൊ ഫെബിൻ ഇതെല്ലാം വിത്ത് ഫ്രണ്ട്സ്? പഠിച്ചല്ലേ? കറക്റ്റ് ആണ്. ആ, ഇത് നോക്കി പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അല്ലല്ല. ആ ആ. എന്നാ ഒരു കാര്യം ചെയ്യാം, കുറച്ച് എക്സസൈസ് ചെയ്തതിന് ശേഷം പോകുന്നതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടി കോളാവായി പോകും. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കട്ടെ? യെസ്. ഉം. പറഞ്ഞു. ട്വൻ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വീഡിയോ ഗെയിം. 19ാമത്തെ ചോദ്യം, അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വീഡിയോ ഗെയിം ഉണ്ടായിരുന്നോ? ഡിഡ് അയാൾ ഹി ഹാവ് ആ ഫേവറേറ്റ് വീഡിയോ ഗെയിം? കറക്റ്റ് ആണ്. അടുത്തത്, കുട്ടിയായിരുന്നപ്പോൾ അവർക്കൊരു വലിയ വീട് ഉണ്ടായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കും? അവർ ചെറുതായിരുന്നപ്പോ അവർക്കൊരു വലിയ വീടൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കും? ഡിഡിൻ ദേ ഹാവ് ഉം ഉം കറക്റ്റ്. പറഞ്ഞു. ബിഗ് ഹൗസ്. ക്വസ്റ്റ്യൻ നിങ്ങൾ പറയാമോ? കുട്ടിയ കൊച്ചായിരുന്നപ്പോഴത്തേക്ക്, ഇപ്പൊ നമ്മള് കൊച്ചായിരുന്നു. കൊച്ചായിരുന്നപ്പോ അവർക്ക് വലിയ വീടുണ്ടായിരുന്നില്ലേ? അതങ്ങനെയാണോ? അവർക്കൊരു വലിയ വീടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവര് വലുതായി, അപ്പൊ വീടൊക്കെ പോയി കാണും. അപ്പൊ കൊച്ചായിരുന്നപ്പോ അവർക്ക് ഡിഡിൻ ദേ വീടുണ്ടായിരുന്നു. ഹാവ് ആ ബിഗ് എ- ഹൗസ് ഉം വെൻ ദേ വേർ വെൻ ദേ വർ യങ്? വെൻ ദേ വേർ കിഡ്സ്. ഓക്കെ, കറക്റ്റ്. കിഡ്സ്. അപ്പോ അത് പഠിച്ചു. അടുത്ത ചോദ്യം. ഉം കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട TV ഷോ വല്ലതും ഉണ്ടായിരുന്നോ? ഡിഡ് യു ഡിഡ് ആ യു ഹാവ് എനി ആ ഫേവറേറ്റ് ടിവി ഷോ? ആ ഡിഡ് യു ഹാവ് എനി ഫേവറേറ്റ് TV ഷോ വെൻ യു ആ വെൻ യു ഷോ ആർ ആസ് എ കിഡ്? വെൻ യു വേർ എ കിഡ്, അല്ലെങ്കിൽ ആസ് എ കിഡ് എന്ന് പറയാം. ഡിഡ് യു ഹാവ് അപ്പൊ ഫെബിൻ അതെല്ലാം ധാരാവായി അല്ലേ? എന്നാ വേറൊരെണ്ണോടും ചോദിക്കാം. ആ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടോ? അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടോ? സന്തോഷത്തിന് ജോയ് എന്ന് പറയാം. ഓക്കെ, ജോയ്. അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടോ? അല്ലെങ്കിൽ അവൾക്ക് ഒരുപാട് ഡിഡ് ദുഃഖമുണ്ടോ? അങ്ങനെ എന്താ ഡിഡ് നമ്മൾ ഷീ ഹാവ് ചോദിക്കത്തില്ല? ഡിഡ് ഷീ ഹാവ് ഹാപ്പിനെസ്? ഉം അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടോ എന്നാ ചോദിച്ചത്, ഉണ്ടായിരുന്നോ എന്നല്ല. പാസ്റ്റ് നമ്മൾ ചോദിച്ചിട്ടില്ല, പ്രസന്റിൽ കിടക്കുക. ഡിഡ് ഷീ വാസ്? അവിടെ എവിടെ വാസ് വരുന്നത്? വോസ് വരത്തില്ലല്ലോ. ഈ ഞാൻ ഹിന്റ് തരാം. ഡു ഹാവ്, ഡസ് ഹാവ്, ഡോണ്ട് ഹാവ്, ഡസന്റ് ഹാവ്. അപ്പൊ ആ ഒരു സംഭവത്തിൽ ഏതോ ഒരെണ്ണമാണ്. അവൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടോ? ഇപ്പം ഡസ് ഫെബിൻ ആ ഷീ ഒരു ഹാവ് ആ കുറെ പ്രോബ്ലംസ് ഉണ്ടോ ഡസ് അവൾക്ക്? ഷീ ഹാവ് ആ ഡസ് ഷീ ഹാവ് മെനി പ്രോബ്ലംസ്? ഡസ് ഷീ ഹാവ്. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടാണ്. ഞാൻ നോക്കാം. ഓക്കെ, അടുത്തത്. അപ്പൊ അവൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ എന്ന് എങ്ങനെ ചോദിക്കും? എനിക്ക് തോന്നുന്നു അവൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, അതെങ്ങനെ ചോദിക്കും? ഡസൻ ഷീ ഹാവ് ആ കറക്റ്റ്. പ്രോബ്ലംസ്? ഡസൻ ഡസൻ ഷീ ഹാവ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ആ ഇനി അടുത്തത്, ഇതിന് നല്ല റേറ്റിംഗ് ഇല്ലേ? ഇതിന് നല്ല റേറ്റിംഗ് ഇല്ലേ? ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഷോപ്പ് ചെയ്യുമ്പം ഫെബിൻ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, എടാ ഈ ഒരു പ്രോഡക്റ്റ് നല്ല റേറ്റിംഗ് ഇല്ലേ? ഡസ് ഇറ്റ് ഹാസ് ഗുഡ് റേറ്റിംഗ്? ഡസ് ഇറ്റ് ഹാസ്, ഡസ് ഇറ്റ് ഹാസ് നമ്മള് അത് പഠിച്ചിട്ടില്ലല്ലോ. ഒന്നെങ്കിൽ ഇറ്റ് ഹാസ് എ ഗുഡ് റേറ്റിംഗ് എന്ന് പറയാം,
അത് ചോദ്യം ചോദിക്കുമ്പോ ഡസ് ഇറ്റ് ഹാവ് അല്ലേ വരുന്നത്, റേറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ നമ്മൾ ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുന്നത്, ഇല്ലേന്നല്ലേ? ഞാൻ ചോദിച്ചത് ഇതിന് നല്ല റേറ്റിംഗ് ഇല്ലേ, അല്ലെങ്കിൽ ഇതിന് നല്ല റേറ്റിംഗ് ഉണ്ടോ. എങ്ങനെയാണെങ്കിലും എങ്ങനെ പറയും, രണ്ടുത്തരമുണ്ട്. ഇതിന് നല്ല റേറ്റിംഗ് ഇല്ലേന്ന് എങ്ങനെ ചോദിക്കും? ഡസൻറ്റ് ആ ദിസ് ഹാവ് ഡസ് ഗുഡ് റേറ്റിംഗ്? ഡസൻ ഇറ്റ് ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ്. നമ്മളെ ഉണ്ടെന്ന് പറയാനായിട്ട് ഇറ്റ് ഹാസ് എ ഗുഡ് റേറ്റിംഗ് എന്ന് പറയാം. പക്ഷെ ഡസ് ഹാവ് ഡസൻ ഹാവ്, ഞാൻ ആ സാധനം ഒന്നും കൂടെ പഠിപ്പിച്ചു തരണോ? അല്ല, ഉം, പ്രവേശിയാത്ത കുഴപ്പമില്ല. എന്താ എന്താ അല്ല, വേണമെങ്കിൽ നമുക്ക് നോക്കാം. കൺഫ്യൂഷൻ ആയതാ. കൺഫ്യൂഷൻ ആയല്ലേ. നമ്മൾക്കൊരു കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാവും. ഇത് കണ്ടോ, ഈ ഒരു ബോക്സിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ട് എന്ന് പറയാനായിട്ട് അയ്യോ ദേവി പ്ലൂറൽ വരുവാണെങ്കിൽ, പ്ലൂറൽ എന്ന് പറയുമ്പോൾ കുറെ പേരുണ്ടെങ്കിൽ നമ്മൾക്ക് ഹാവ് യൂസ് ചെയ്യാം. ഓക്കെ, ഫെബിൻ അതുണ്ട്, ഉം. ഫെബിൻ ഇതുണ്ട്. നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്തതാണ്. ഓക്കെ, ആ അപ്പം ഉണ്ടെന്ന് പറയാനായിട്ട്. ഇനി അത് കുറെ പേരിന് പകരം ഹി ആണ്, ഷീ ആണ്, ഇറ്റ് ആണ്, സിംഗുലർ ആണ് ഒരാളുള്ളെങ്കിൽ നമ്മൾ അവിടെ ഹാസ് ആയിരിക്കും ഹാസ്. ഉപയോഗിക്കുന്നത് ഉണ്ട് എന്ന് പറയാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ആ, പക്ഷെ ഇനി ഇത് പാസ്റ്റ് ആണെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഇത് രണ്ടാണെങ്കിലും ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അയ്യോ ദേവി പ്ലൂറൽ ആണെങ്കിലും ഹി ഷീറ്റ് സിംഗുലർ ആണെങ്കിലും നമ്മൾ ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആ ഓക്കെ. ആ പക്ഷേ ആ ഒന്ന് നോക്കിക്കേ. പക്ഷെ പക്ഷേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ, ഉണ്ടോ, ഇല്ലേ, ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ അവിടെ ഈ ഹാവോ ഹാസോ ഹാഡോ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല. അതിന് പകരമായിട്ട് ഹാവ് വരുന്നിടത്ത് ഡു ഹാവും, ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു ഹാവും, ഇല്ലേന്ന് ചോദിക്കാൻ ഡോണ്ട് ഹാവും, ഹാസ് വരുന്നിടത്ത് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് ഹാവും, ഇല്ലേന്ന് ചോദിക്കാൻ ഡസന്റ് ഹാവും ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ നല്ലപോലെ ക്ലിയർ ആയിട്ട് അന്ന് പറഞ്ഞു തന്നതാണ്. അവൾക്കൊരു എന്താ ഒരു ജോലിയോ, അവൾക്കൊരു നല്ല ജോലി ഇല്ലേ, അതെങ്ങനെ പറയും? എങ്ങനെ പറയും? ജോലിയില്ലേ? ആ, അവൾക്കൊരു നല്ല ജോലി ഉണ്ടോ, അല്ലെങ്കിൽ അവൾക്കൊരു നല്ല ജോലി ഇല്ലേ എന്നെങ്ങനെ പറയും? ഈസ് ഷീ ഹാവ്. ഇത് അവിടുന്ന് കൈവിട്ടു പോയല്ലോ ഫെബിൻ. നമ്മളിപ്പം ഉണ്ടോ ഇല്ലേന്നല്ലേ പഠിക്കുന്നത്. അപ്പൊ അവിടെ ഇസു ആറിന്റെ ഡസ് ഷീ ഡസ് ഹാവ് എ, ഡസ് ഷീ ഹാവ് എ ഗുഡ് ജോബ്? ആ, ഇനി അവൾക്ക് ഇല്ലേന്ന് ചോദിക്കാൻ ഡസൻ ഷീ ഹാവ് എ ഗുഡ് ജോബ്. ഡസൻ ഷീ ഹാവ് എ ഗുഡ് ജോബ്? ആ, അവൾക്ക് ഉണ്ടായിരുന്നില്ലേന്ന് പാസ്റ്റിൽ ചോദിക്കുകയാണ്. വെള്ളം വേണോ? അല്ല അല്ല അല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ആ ഉം സോറി സോറി, കഴിഞ്ഞോ? എന്നെ കുറെ നേരം കൊണ്ട് ഒരു കോള് വന്നോണ്ടിരിക്കുന്നത്. ആ, അപ്പൊ ഫോക്കസ് ഇല്ലാഞ്ഞോണ്ടാണോ സോറി. തെറ്റിപ്പോയത്? അല്ല, അത് ഇടയ്ക്ക് ഡിസ്റ്റർബ് ആയി. എന്റെ ഈ രണ്ട് ഫോണിൽ വന്നോണ്ടിരുന്നു, അത് എന്തെങ്കിലും എമർജൻസി ആണോ എന്ന് അന്വേഷിക്കാൻ വിളിച്ചു. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അത് അറ്റൻഡ് ചെയ്തോ, കുഴപ്പമില്ല, ഐ വിൽ വെയിറ്റ്. ആ ഓക്കെ. ഓക്കെ ഓക്കെ. ആ, എമർജൻസി ചിലപ്പം ഗൾഫിൽ നിന്ന് എന്തെങ്കിലും ആണ് വിളിക്കുന്നെങ്കിലോ. ഓക്കെ. ആ ആ, ഇപ്പൊ ഫെബിന് മനസ്സിലായോ? ഡസ് ഹാവ് ഡസന്റ് ഹാവ്, ഡിഡ് ഹാവ് ആ ഓക്കെ, ഡിഡന്റ് ഹാവ്. മനസ്സിലായി. ഓക്കെ. ഇനി അയ്യോ ദേവി പ്ലൂറൽ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വീടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ആം, എന്താ എന്തെങ്കിലും ഒരു പറയാം, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഡു ഹാവും, അല്ലെങ്കിൽ ഇല്ലേന്ന് ചോദിക്കാൻ ഡോണ്ട് ഹാവ്. ഡു വി ഹാവ് സം ഫുഡ്, അല്ലെങ്കിൽ ഡോണ്ട് വി ഹാവ് ഡോണ്ട് വി ഹാവ് സം, എന്ത് ചോദിക്കും? ആ, ഡോണ്ട് വി ഹാവ് എ ഹൗസ്, ഞങ്ങൾക്കൊരു ഡോണ്ട് വീട്. ഹാവ് എന്ന് പറയുന്നത് ഇല്ലേ, ഇല്ലേ എന്ന് പറയുന്നതല്ലേ? ഡോണ്ട് ബി ഹാവ്. ആ, അതെ, ഇല്ലേ?
ഇല്ലേന്ന്. ആ മറ്റേതുണ്ടോ? ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇതൊന്ന് നാളെ പഠിച്ചിട്ട് വരണം. ഓക്കെ. ആ ഓക്കെ ഈ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞ പോലെ ഉം. നാളെ നോക്കിക്കൊണ്ട് വരണം. ഞാൻ ഒരു ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ ഇതിപ്പം ഈ 6:30ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഡേയിൽ വേറെ ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആടെയിൽ 8:30 ഓക്കെയാണ്. ഫെബിന്റെ സ്ലോട്ട് 9:30ക്ക് വേറൊരാൾ എടുത്തോണ്ട് പോയി. ആ അത് കുഴപ്പമില്ല. അല്ല, റേഞ്ച് ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് അതെന്തായാലും നടക്കത്തില്ലല്ലോ. ആ 8:30 അതെ 8:30 അല്ലെങ്കിൽ രാവിലെയൊക്കെ കഴിയുവാണെങ്കിൽ അല്ല, രാവിലെ അല്ല, ഉച്ചയ്ക്ക് 1 മണിക്കോ അങ്ങനെയൊക്കെ ഉണ്ട്. ആ വൈകുന്നേരം വേണം അല്ലേ? അല്ല അല്ല, നാളെ ഒരു ദിവസത്തേക്ക് മാത്രം. നാളെ ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ 8:30 ആക്കാം. അല്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക്. ആ അത് ഫെബിന്റെ കൺവീനിയൻസ് പോലെ വേണമെങ്കിൽ രാവിലെ ആക്കാം, ഉച്ചയ്ക്ക് ആക്കാം, എപ്പോഴാണെങ്കിലും. ഏത് ഒരു സമയം പറയാമോ? ഒരു ഉം. നാളെ അല്ല തേഴ്സ്ഡേ മിസ് അല്ലേ? എപ്പോഴാ? നാളെ ആ തേഴ്സ്ഡേ അല്ലേ? അപ്പം വേണമെങ്കിൽ നാളെ 12:30 മുതൽ 1 മണി വരെ നോക്കാം. ഓക്കെ നാളെ ഒരു ദിവസത്തേക്ക് മാത്രം. ആ എന്തേ? എനി ഫങ്ഷൻസ് ഡു യു ഹാവ് നാളല്ല, എനി? അമ്മയുടെ വീട്ടിൽ പോവാ. അമ്മ ട്രിവാൻഡ്രത്താ. അപ്പൊ 4 മണിക്ക് ഇവിടുന്ന് പോവും. ഓ, ശരി 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 ശരി. അപ്പൊ രാവിലെ ആണെങ്കിലും ഞാൻ ഓക്കെയാണ് കേട്ടോ. അപ്പം ആ ഫെബിന് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? അത്ര എനിക്കോ? ഉം. ഇപ്പൊ ഫെബിൻ എന്നോട് ചോദിക്കുക, മിസ്സിന് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ നാളെ ആ എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട്? ഏ അപ്പൊ അതെങ്ങനെ ചോദിക്കും? ആ ആ ഡു ഡു യു ഹാവ് എനി ഫങ്ഷൻ ടുമാറോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടതാണോ? ഇല്ല, ഇപ്പൊ പറഞ്ഞു. ഞാൻ ചോദിച്ചായിരുന്നു, ഫെബിൻ ഡു യു ഹാവ് എനി ഫങ്ഷൻസ് എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ കറക്റ്റ് ആണ്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്? മനസ്സിലായി മനസ്സിലായി. ആ അപ്പം ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം എന്തെങ്കിലും ഫംഗ്ഷൻ ഇല്ലേ? ഏതൊരു ഫംഗ്ഷൻ ഇല്ലേ? മിസ് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പം ഫംഗ്ഷൻ ഇല്ലേന്ന് എങ്ങനെ ചോദിക്കും? ആ ഡസൻ യു ഹാവ് എനി ഫങ്ഷൻ? അവിടെ ഒരു ചെറിയ ഇല്ലേ? മിസ്റ്റേക്ക് ഉണ്ട്. ഡസന്റ് വരത്തില്ല. കാരണം എന്നോടല്ലേ, യു അല്ലേ ചോദിക്കുന്നത്. ഡോണ്ട് യു ഹാവ് എനി ഫങ്ഷൻസ് എന്ന്. ഡോണ്ട് യു ഡോണ്ട് യു. ഹാവ് എനി ഫങ്ഷൻ? ആ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ആ പക്ഷെ എന്റെ പേര് വെച്ച് ഡസന്റ് ആരബി ഹാസ് ഡസന്റ് ആരബി ഹാവ് എനി ഫംഗ്ഷൻ എന്ന് വേണമെന്ന് ചോദിക്കാം. അപ്പോ ഡസും ഹാസും കൂടെ ഒരുമിച്ച് ചോദിക്കരുത്. ഡസ് ഹാവ് അല്ലെങ്കിൽ ഡസന്റ് ഹാവ്. അവിടെ എല്ലായിടത്തും നമ്മൾ ഓക്കെ ഹാവ് ഫോം ആണ് പഠിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും ഹാവ് ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ ഓക്കെ ആവുന്നുണ്ടോ? ഓക്കെ ക്ലിയർ ക്ലിയർ. നാളെ നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് ചാടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മാക്സിമം ഓക്കെ റിവൈസ് ചെയ്യാം. ദെൻ ടുഡേ ഓക്കെ ലെറ്റ്സ് മൂവ് ടു ദ സ്പീക്കിംഗ് പോർഷൻ. സ്പീക്കിംഗ് പാർട്ട് നോക്കാം. യാ Uh, ഓക്കെ എന്തായി? വാട്ട് ഓൾ തിങ്സ് യു ഡിഡ് യെസ്റ്റർഡേ ആൻഡ് എറി യെസ്റ്റർഡേ? മിനിങ്ങാന്നിന് എറി യെസ്റ്റർഡേ എന്നാണ് പറയുന്നത്. EREBYESTERDAY. ഓക്കെ. ഓക്കെ. ആ Yesterday I went to Kottayam. യു വെന്റ് ടു കോട്ടയം. ഫോർ വാട്ട്? Kottayam. ദാറ്റ് വർക്ക് വിസ? No, no, നോ, no. ഇറ്റ് That's ഇറ്റ് വാസ് already finished. Finished. Just in യു Kochi. സബ്മിറ്റഡ് ഓൾ ഫോംസ്? Yeah, I got visa today. ആഹാ. Uh, ഇറ്റ്സ് എ uh, ഹാപ്പി ന്യൂസ്, Yes. Yeah. isn't it? Yes, yes, yes. Sure. ഉം, ഉം. Then, Because renewal, visa renewal. So, ആ, some guys didn't approve visa. Some issues. ആഹാ. So, Maybe the authorities like your uh, approach, isn't it? You are yeah, really workaholic person, or you are doing everything perfectly, isn't it? So yeah, all those maybe. things matters. Does it matter? Yeah. Yes, sure. Matter. All things Uh, are. Yes. mm-mm. So if they are not satisfied with your work, they won't give you visa again, isn't it? Yeah, yeah, sure, sure. Yes, yes. Okay. Uh, then Mm, I went to Kottayam to mm. so family members.
Uh, I Okay, went to Kottayam yesterday. I saw my family members. Your family members. mother's family. You visited Yeah, your my mother's relatives. my mother's relatives. Tomorrow I am going to my mother's house. Actually, Uh, എന്താണ് അല്ല കോട്ടയത്ത് ഓൾറെഡി പോയല്ലോ, അപ്പൊ ഇനി നാളെ ഒന്നും കൂടെ മദേഴ്സ് ഫാമിലി അങ്ങോട്ട് പോവാണോ? അല്ല, കോട്ടയത്ത് ഒരു ഫാമിലി മെമ്പറിനെ കാണാൻ പോയതാണ്. നാളെ അമ്മയുടെ സ്വന്തം ഹോമിലോട്ട് പോകും, ഇംഗ്ലീഷിൽ പറഞ്ഞു, ഹൗസിലോട്ട് പോകും. ഇംഗ്ലീഷിൽ പറഞ്ഞു. ആ ആ, ഉം. ടുമാറോ വി ആർ ഗോയിങ് ടു See, മദേഴ്സ് ആ ഹൗസ്. this ആ ടുമോറോ ഐ ഓക്കെ. വിൽ വിസിറ്റ്. നമ്മൾ വില്ലൊക്കെ പഠിച്ചല്ലോ. അപ്പൊ ഐ ആം ഗോയിങ് ടു എന്നും പറയാം. ഐ വിൽ ബി ഗോയിങ് ടു, അല്ലെങ്കിൽ ഐ വിൽ ഗോ ടു മൈ മദേഴ്സ് ഹോം. വേർ ഇറ്റ് ഇസ് ലൊക്കേറ്റഡ്? വേർ ഇസ് യുവർ മോംസ് ഹൗസ്? ആക്ച്വലി her place in Kerala Tamil Nadu border, Parashara. So is it safe to travel to that area this time? Yeah, yes, yeah, Mm, no problem. mm. Okay. Why you ask like that? No, in some places it's not safe. We have those landslides and all, Yeah. especially in hilly areas and all. That's why I asked you. No, there is no problem. Mm-mm. It's very Then, good place. A village area. yes. What's the name of that place? Martanda. Martanda. I haven't heard that name. Yes. Actually, it's border. Kerala Tamil Nadu border. So it can also be treated as a trip, right? You are Yes, going to yes. explore the beauty of nature, don't you? No, actually, we are planned to go in morning, but my father have some meetings morning. He's a priest, so have some, I don't know. So we are planning to go after afternoon. 4 o'clock. We are planning to go afternoon. Yes, okay. We are With planning your to whole stay. family, your siblings, No. your mother, father, No. everyone. No, me, mother, and father. Okay. So your mother's family wanted to. Grandmother is here, but he can't travel. So my brother and sister will stay there. staying with her. Yeah. Then when will you come back? Come back day after tomorrow. Day after tomorrow. Overmorrow. Overmore means? മറ്റന്നാള് ഞാൻ അയച്ചു തരാം ഇപ്പൊ തന്നെ. ഓക്കെ. Okay. EREYESTERDAY. Overmorrow. Okay. ഫെബിൻ അന്ന് ചോദിച്ചത് കാരണം ഐ ആക്ച്വലി സെർച്ച്ഡ് ഫോർ ദാറ്റ് വേർഡ്. ലേലം, ഓപ്ഷൻ. ഓപ്ഷൻ. ആ പേര് കിട്ടിയപ്പോഴാണ് ഓർത്തത്. എങ്ങനെയായിരുന്നല്ലേ? ഓപ്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ലേലം ആണോന്ന് അറിയില്ലായിരുന്നു. എനിവേ യു ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ വേർഡ് ഫോർ മീ. എനിക്ക് ചില വേർഡ്സ്, നമുക്ക് എല്ലാ വേർഡ്സും അറിയത്തില്ലല്ലോ. എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് ടു ലേൺ ന്യൂ വേർഡ്സ്. ഓക്കെ. Then any other thing you can talk? How you learn new words? How to remember everything? I will try to use it in my context, in different contexts. You can make your own sentences. നമ്മളുടെ കോണ്ടെക്സ്റ്റില് ഫെബിന്റെ കമ്മ്യൂണിക്കേഷൻ സ്പേസ് ആയിരിക്കത്തില്ലല്ലോ എന്റേത്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കും ആ വേർഡ്സ്. ഓക്കെ, ദാറ്റ്സ് ഹൗ ഐ ലേൺ ന്യൂ വേർഡ്സ്. So then anything else you can talk on? പറയാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ? Do you have anything else? പറയാൻ ഇനി ഒന്നുമില്ല. Okay, we have 4 more minutes left, that's why. Okay, then let me ask you, what is your experience as a
person who is coming or going to Gulf for work and coming back after 1 year or just like that. People will usually see, he has arrived from Gulf. So, ആ ഗൾഫുകാരൻ പണ്ടത്തെ ഗൾഫുകാരൻ attitude of that Gulf Uh, person. So, what is your feel as a Gulf person working in Gulf? for me, I have rotational job, so this here, Ah, here they don't feel like that. I'm going like ah, like I'm staying in like hostel like ah. Hmm. because I am coming back every 2 months, so they don't Uh-huh. So, accept as a, so you will pravasi. come. Uh-huh. I thought that you will come to your home after 1 year. Every 1 year Hey, you no, will. no, no. Hmm. Actually, So, my rotation is 56 days duty and uh, 28 days vacation. so every after 2 months you will come back, isn't it? Yes, yes, yes. Uh-huh. After one, this is my fourth vacation within 1 year. Ah, yes. So do you love your job or are you planning Yeah. to shift to other jobs? No, no, no. I am satisfied with my job Mm-mm. because Yes. this rotational job is very Good. good. I can see my family every two Ah, months. This 1 year is very difficult to live there. that's true. Yes. And also you have how many days? 30 days, 1 month holiday, right? Yeah, 1 month holiday. Ah. So you can do anything after reaching home, right? I, yeah, 1 month yes, yes. holiday. Mm-mm. Every time I'm going back in my mind, I can come back after 2 months. 2 months. So I am happy. Are you a homesick But person? home, ഹോംസിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര and വീടിനോടും വീട്ടുകാരോടും അ- ഭയങ്കര എക്സ്ട്രീം അടുപ്പമാണ്. അതുകൊണ്ട് എപ്പോഴും വീട് വിട്ട് നിൽക്കാൻ ഭയങ്കര പാടാണ്. ഹോം no, 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 സിക്നെസ് no, ഉണ്ടോ എന്ന് ചോദിക്കും. ആ no, 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 ഉം. no. Do you already mentioned that after every after 2 months I can see my parents and Yes, yes. I can come back to my home. Yes. That's why I asked you. But yeah, better than 1 year. Ah, that's a true thing. Great. Then where are your siblings? Are they here? My sister Hmm. is in hostel. She will come tomorrow. So when she will, how often she come from her hostel? She comes from her hostel. I mean every Saturday, 2 Sunday. weeks, 2 weeks. Ah, Every 2 weeks or every week. hmm, hmm. Okay. Yes. So it's time to wind up the class, and tomorrow we will Okay. have the session at എത്ര മണിക്കായിരുന്നു? At 12:30 അല്ലേ? 12:30. Okay. Okay. Thank you so Okay. much. പഠിച്ചിട്ട് വരണേ. Thank you. നോക്കിയിട്ട് Okay, വരണം. okay. നാളെ കൊണ്ട് നമുക്ക് Okay. വേറൊരു ടോപ്പിക് തുടങ്ങാം. Okay, നാളെ.